ഏഴാം ക്ലാസ്സിലെ 5-ാമത്തെ യൂണിറ്റായ നമ്മുടെ ഭൂമി എന്ന പാഠഭാഗത്തു നിന്നും 2-ാം ടേം പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് 7 ഡിഗ്രി സെൽഷ്യസ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും കേന്ദ്രത്തിലേക്കുള്ള ദൂരം b കിലോമീറ്റർ ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ എ 5500 ഡിഗ്രി സെൽഷ്യസ്, ബി 6371 കിലോമീറ്റർ. ഓപ്ഷൻ ബി 5700 ഡിഗ്രി സെൽഷ്യസ്, ബി 6371 കിലോമീറ്റർ. ഓപ്ഷൻ സി 5500 ഡിഗ്രി സെൽഷ്യസ്, ബി 6731 കിലോമീറ്റർ. ഓപ്ഷൻ ഡി 5700 ഡിഗ്രി സെൽഷ്യസ്, ബി 6731 കിലോമീറ്റർ. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 5500 ഡിഗ്രി സെൽഷ്യസ്, ബി 6371 കിലോമീറ്റർ. എങ്ങനെയാണ് ഭൂമിയുടെ ഉള്ളറകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്? ഉത്തരം അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന്, ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്, ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങൾ വിശകലനം ചെയ്യുന്നതിൽ നിന്ന്. ഭൂമിയുടെ ഉള്ളറയുടെ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. തന്നിരിക്കുന്നവയിൽ എ, ബി, സി, ഡി എന്നിവ ഏതാണ് എന്ന് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ 1 എ ഭൂവൽക്കം, ബി മാന്റിൽ, സി അകക്കാമ്പ്, ഡി പുറക്കാമ്പ്. ഓപ്ഷൻ 2 എ ഭൂവൽക്കം, ബി മാന്റിൽ, സി പുറക്കാമ്പ്, ഡി അകക്കാമ്പ്. ഓപ്ഷൻ 3 എ മാന്റിൽ, ബി ഭൂവൽക്കം, സി പുറക്കാമ്പ്, ഡി അകക്കാമ്പ്. ഓപ്ഷൻ 4 എ മാന്റിൽ, ബി ഭൂവൽക്കം, സി അകക്കാമ്പ്, ഡി പുറക്കാമ്പ്. ഉത്തരം ഓപ്ഷൻ 2 എ ഭൂവൽക്കം, ബി മാന്റിൽ, സി പുറക്കാമ്പ്, ഡി അകക്കാമ്പ്. ഭൗമാന്തർഭാഗത്തെ ഓരോ പാളിയുടെയും സവിശേഷതകൾ ഉൾപ്പെടുത്തി ആശയഭൂപടം പൂർത്തിയാക്കുക. ഭൂവൽക്കം ഏറ്റവും പുറമേയുള്ള ഭാഗം, മാന്റിൽ ഭൂവൽക്കത്തിന് താഴെ 2900 കിലോമീറ്റർ വരെയുള്ള ഭാഗം, കാമ്പ് നിഫെ എന്നറിയപ്പെടുന്നു എന്നീ സവിശേഷതകളാണ് നൽകിയിരിക്കുന്നത്. ഭൂവൽക്കം ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതം. വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. മാന്റിൽ ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗം താരതമ്യേന കനമുള്ള ഭാഗമാണിത്. ശിലാമണ്ഡലം, അസ്തനോസ്ഫിയർ എന്നീ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു. കാമ്പ് മാന്റിലിന് താഴെയുള്ള ഭാഗം, അകക്കാമ്പ്, പുറക്കാമ്പ് എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഇതുപോലെ പേജ് നമ്പർ 70-ൽ നിന്നും ഭൂമിയുടെ ഉള്ളറകളിലെ ഓരോ പാളിയുടെയും സവിശേഷതകൾ പഠിച്ചിരിക്കുക. കുറിപ്പുകൾ തയ്യാറാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗപ്പെടുന്നതാണ്. അന്തരീക്ഷം എന്നാൽ എന്ത്? ഉത്തരം ഭൂമിയെ ആവരണം ചെയ്യുന്ന വാതക പുതപ്പാണ് അന്തരീക്ഷം. ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന രീതിയിൽ ഭൂമിയും അന്തരീക്ഷവും രൂപാന്തരപ്പെട്ടത് എങ്ങനെ? ഉത്തരം ഉത്ഭവസമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്ന ഭൂമി കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്തു. ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വന്നു. ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിൻ്റെ ഒരു ആവരണമുണ്ടായി. ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പാണ് അന്തരീക്ഷം. സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളാണ്. പ്രസ്താവന: ആകെ അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമ ഉപരിതലത്തിൽ നിന്നും 29 കിലോമീറ്റർ വരെ ഉയരത്തിലാണ്. കാരണം ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറയുന്നു. ഇതിനെ അടിസ്ഥാനമാക്കി 4 ഓപ്ഷൻസുകൾ നൽകിയിരിക്കുന്നു. എ പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ്. ഓപ്ഷൻ ബി പ്രസ്താവന ശരിയാണ്, കാരണം ശരിയാണ്. ഓപ്ഷൻ സി പ്രസ്താവന തെറ്റാണ്, കാരണം ശരിയാണ്. ഓപ്ഷൻ ഡി പ്രസ്താവന തെറ്റാണ്, കാരണം തെറ്റാണ്. നമുക്ക് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി പ്രസ്താവന ശരിയാണ്, കാരണം ശരിയാണ്.
പ്രസ്താവന 1. മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ജീവവായുവായ ഓക്സിജനും സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡും ലഭിക്കുന്നത് അന്തരീക്ഷവായുവിൽ നിന്നാണ്. പ്രസ്താവന 2. ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഈ പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ എ, പ്രസ്താവന 1, 2 എന്നിവ ശരിയാണ്. ഓപ്ഷൻ ബി, പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 തെറ്റാണ്. ഓപ്ഷൻ സി, പ്രസ്താവന 1 തെറ്റാണ്, പ്രസ്താവന 2 ശരിയാണ്. ഓപ്ഷൻ ഡി, പ്രസ്താവന 1ഉം 2ഉം തെറ്റാണ്. ഇവിടെ നമുക്ക് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ, പ്രസ്താവന 1, 2 എന്നിവ ശരിയാണ്. അടുത്ത ചോദ്യം. പ്രസ്താവന അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ബാഷ്പീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു. കാരണം പൊടിപടലങ്ങളെ ചുറ്റിപ്പറ്റിയാണ് നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. 4 ഓപ്ഷനുകൾ നൽകിയിരിക്കുന്നു. ഓപ്ഷൻ എ, പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ്. ഓപ്ഷൻ ബി, പ്രസ്താവന ശരിയാണ്, കാരണം ശരിയാണ്. ഓപ്ഷൻ സി, പ്രസ്താവന തെറ്റാണ്, കാരണം ശരിയാണ്. ഓപ്ഷൻ ഡി, പ്രസ്താവന തെറ്റാണ്, കാരണം തെറ്റാണ്. ഇവിടെ നമ്മുടെ പ്രസ്താവനയും കാരണവും ശരിയായതിനാൽ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തിച്ചേരുന്നത് എങ്ങനെ? കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം, നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ, കാട്ടുതീയിലൂടെ ഉണ്ടാകുന്ന പൊടിയും ചാരവും. എന്താണ് ബാഷ്പീകരണം? സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്ന് ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം. എന്താണ് അന്തരീക്ഷ മലിനീകരണം? അന്തരീക്ഷവായുവിൻ്റെ സംരചനയ്ക്ക് മാറ്റം വരുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതാണ് അന്തരീക്ഷ മലിനീകരണം. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നത്? വ്യവസായശാലകളിൽ നിന്നുള്ള പുക, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നത്, വാഹനങ്ങളുടെ പെരുപ്പം, കരിമരുന്ന് പ്രയോഗം, അഗ്നിപർവ്വത സ്ഫോടനം. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുക, വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കുക, കാൽനട, സൈക്കിളിൻ്റെ ഉപയോഗം എന്നിവ ശീലമാക്കുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, മാലിന്യങ്ങൾ കത്തിക്കുന്നത് ഒഴിവാക്കുക. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത്? ഉത്തരം നൈട്രജൻ. അന്തരീക്ഷ പാളികൾ ഏതൊക്കെ? താപവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷ പാളികളെ 5ആയി തരംതിരിച്ചിരിക്കുന്നു. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഓരോ പാളിയുടെയും സവിശേഷതകൾ പഠിച്ചിരിക്കുക. അന്തരീക്ഷ പാളികളും അവയുടെ സവിശേഷതകളുമാണ് ചുവടെ ചേർത്തിട്ടുള്ളത്. അവ ചേരുംപടി ചേർത്ത് എഴുതുക. ഉത്തരം എക്സോസ്ഫിയർ. വായു തന്മാത്രകൾ ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിലേക്ക് ലയിക്കുന്നു. തെർമോസ്ഫിയർ 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. മീസോസ്ഫിയർ താപനില ഏറ്റവും കുറഞ്ഞ പാളി, ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന പാളി. സ്ട്രാറ്റോസ്ഫിയർ ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുന്നു, ഓസോൺ വാതക സാന്നിധ്യമുള്ള മേഖല. ട്രോപ്പോസ്ഫിയർ ഉയരക്രമത്തിനനുസരിച്ച് ഒരു നിശ്ചിത തോതിൽ താപം കുറയുന്ന പാളി. ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടാൻ കാരണം എന്താണ്? ഉത്തരം ട്രോപ്പോസ്ഫിയറിൽ ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു. അതുകൊണ്ടാണ് ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടാൻ കാരണം. അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാക്കുക?
ഉത്തരം ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. അതേപോലെ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഓസോൺ ദിനം. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്നു. ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ.